ഇവൻ ഈ കാണിക്കുന്ന അഭ്യാസമൊക്കെ കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സോ കോൾഡ് കോമ്പാക്ട് SUV ഇന്ന് ഇന്ത്യയിലുണ്ടോ? കോമ്പാക്ട് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന സെഗ്മെൻറ്റിന് തന്നെ തുടക്കമിട്ടിട്ട് അസാധ്യ സസ്പെൻഷനും അപാര കേപ്പബിലിറ്റി ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് അപ്ഡേഷൻ ഇല്ലാതെ അവൻ്റെ കമ്പനി തന്നെ മടക്കി വിളിച്ചൊരു മോഡലായിരുന്നു ഇത്. എന്നാൽ ഇവൻ്റെ ആരാധകർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഈ വരുന്ന ജനുവരി 26 ഇവൻ വീണ്ടും ഇന്ത്യയിൽ പുനരവതരിക്കാൻ പോവുകയാണ്. യെസ്, ദ ഡസ്റ്റർ ഈസ് ബാക്ക്. ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞ ഓൾ വീൽ ഡ്രൈവും അല്ലെങ്കിൽ സസ്പെൻഷനൊക്കെ പുറമെ അസാധ്യമായൊരു ഡീസൽ എഞ്ചിൻ കൂടെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡീസൽ എഞ്ചിൻ്റെ പവറും മൈലേജും റിലയബിലിറ്റിയും ഒക്കെയാണ് ആളുകൾക്കിടയിൽ അവനെ വളരെയധികം പോപ്പുലർ ആക്കിയത്. ഇന്നിപ്പോൾ പല ഡസ്റ്ററുകളും ഹൈ റേഞ്ചിൽ തീപിടിച്ച് നശിക്കുന്ന വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പുതിയ മോഡലിൽ. എന്തായാലും ഇവൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ്. ആൻഡ് ആളുകൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഇവൻ്റെ ആ ഡീസൽ എഞ്ചിനായിരിക്കും. യെസ്, പുതിയ ഡസ്റ്ററിൽ ഡീസൽ എഞ്ചിൻ ഉണ്ടാവില്ല, ഓൺലി പെട്രോൾ എഞ്ചിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് പുറത്തിറങ്ങിയ മോഡലുകളെല്ലാം ഹൈബ്രിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒരു 1 ലിറ്റർ ടർബോയും അതുപോലെ ഒരു 1.3 ലിറ്റർ ടർബോയാണ് ഏകദേശമൊക്കെ കൺഫേം ആയിട്ടുള്ളത്. ഇതിൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഇനി ഇതിൽ ഒരു ഹൈബ്രിഡ് സ്പെക്ക് വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ കൂടെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡസ്റ്ററിന് ആ ഒരു സെഗ്മെൻറ്റ് എളുപ്പം കീഴടക്കാൻ സാധിച്ചേക്കാം. എന്തായാലും ഡിസൈൻ വൈസ് എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ അടിപൊളിയായിട്ടുണ്ട്. നല്ല മസ്കുലർ ലുക്ക് തന്നെയാണ് വണ്ടി പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും റെനോയുടെ കാലങ്ങളായിട്ട് ഇന്റർനാഷണൽ പോർട്ട്ഫോളിയോയിലുള്ള വണ്ടികളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇതോടെ തീരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഡസ്റ്റർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേരെ. ആൻഡ് ഇവനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേരെ.